ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിളയുടെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ശാരദ വീട്ടിൽ വന്നതിന് ശേഷം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എവിടെ കാവേരി എന്ന്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ അവൾ നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശാരദ പറയും അവളെങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, അവൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും പോന്നതല്ലേ എന്ന് പറയണേ. ആ സമയത്താണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു കാറ് വരുന്നത്. അങ്ങനെ കാർ വന്ന് ഇറങ്ങുന്നത് നരനായിരിക്കും. അങ്ങനെ നരൻ കഴുത്തിൽ ഒരു മാലയെല്ലാം ഇട്ടുകൊണ്ടാണ് കാറിൽ നിന്നും ഇറങ്ങുന്നത്. ആ സമയത്ത് ശാരദയും യമുനയും വിനീതും നിളയും ഗംഗയും എല്ലാവരും നരനെ നോക്കി നിൽക്കുകയായിരിക്കും. അതുപോലെ നരൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും നോക്കുന്നുണ്ടാവും. ആ സമയത്ത് നരൻ കാറിൽ നിന്നും കാവേരിയെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങും. ഇത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി നരൻ്റെ ചെറിയമ്മയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയമ്മ അകത്തു നിന്നും ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്ന് അവർ കല്യാണം കഴിച്ചത് ഇങ്ങനെ കണ്ടുകൊണ്ട് നെട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അവരെല്ലാവരും കാവേരിയുടെയും നരൻ്റെയും അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും ഇതെന്താടാന്ന്. ആ സമയത്ത് നരൻ പറയും എപ്പോഴും നിങ്ങളെല്ലാവരും പറയാറ് ഞാൻ കല്യാണം ില്ല എന്ന്, ഇപ്പോഴിതാ ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നു. ശാരദ ചോദിക്കും ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വിനീത് ചോദിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ കാവേരി നിൽക്കുകയാണ്. ഇങ്ങനെ ചോദിക്കും എന്താ നീ ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് അറിയാൻ ചോദിക്കുകയാണ്. ആ സമയത്ത് ശാരദ ദേഷ്യത്തിൽ കാവേരിയോട് ചോദിക്കും എന്താ ഇവിടെ നടന്നത് എന്ന് പറയാണ് കാവേരിയോട്. ശാരദ ദേഷ്യത്തിൽ കാവേരിയെ അടിക്കുന്നുണ്ട്. ഗംഗ പറയും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട സമയത്ത് നീ കല്യാണം കഴിച്ച് വന്നിരിക്കുകയാണോ ചോദിച്ചുകൊണ്ട് ഗംഗ കാവേരിയെ അടിക്കുന്നുണ്ട്. ശാരദ ചോദിക്കും ആരാണ് ഇവനെ എന്ന്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഈ നാട്ടിലോട്ട് വന്നത്? ആരോടൊന്നും പറയാതെ അവൾ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ശാരദ കാവേരിയെ അടിക്കണം. പിന്നീട് വിനീത് യമുനയോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ നിളയെയും കൂട്ടി അകത്തോട്ടേക്ക് പോ എന്ന് പറയാണ്. ഗംഗ പറയും എപ്പോഴും ബളബള സംസാരിക്കുന്ന നിനക്കെന്താ ഇപ്പോൾ നാവില്ലേ ചോദിക്കുകയാണ്. എന്തിനാ നീ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുകയാണ് ഗംഗ. കാവേരി പറയും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. ഗംഗ ചോദിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നോ, നാട്ടിലായിരുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് എനിക്കറിയാം, നിന്നെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് അറിയാം എന്ന് പറയണ ഗംഗ. നിനക്ക് 10 ദിവസം കൊണ്ട് ഇയാളെ ഇഷ്ടപ്പെട്ടു. ഭരത പറയും ഇതിന് വേണ്ടിയിട്ടാണോ നീ തിരുവനന്തപുരത്തേക്ക് പോകുക എന്ന് പറഞ്ഞിരുന്നത്? അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാവേരി. നരൻ പറയും എനിക്ക് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ചൂടെടുക്കുന്നുണ്ട്, ഞാൻ അകത്തോട്ടേക്ക് പോകുക, നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾ അകത്തോട്ടേക്ക് പോര് എന്ന് പറയുന്നു. പോകുന്ന സമയത്ത് നരൻ കാവേരിയോട് പറയുന്നുണ്ട് നീ ഇവരോട് സംസാരിച്ചിട്ട് അകത്തോട്ടേക്ക് വാ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശാരദയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ് കാവേരി. ആ സമയത്ത് ശാരദ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നിനക്ക് ഇനി ഇങ്ങനെയുള്ള ഒരു അമ്മയില്ല, നീ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നു പോയി, ഇനി മുതൽ എനിക്ക് 3 മക്കളെ ഉള്ളൂ എന്ന് പറയുന്ന ശാരദ പറയും ഇനി ഇങ്ങനത്തെ ഒരു മകളെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുകയാണ്. ശാരദ ദേഷ്യത്തിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തലയിലൂടെ ഒഴിക്കുന്നുണ്ട്. 6 മാസം മുന്നേ എൻ്റെ ഭർത്താവ് മരിച്ചു, ഇനി അതുപോലെ എൻ്റെ മകളും മരിച്ചു. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.